ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ? എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാസ് സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് PSC, UPSC പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം. ഇനി വാല്യൂന്റെ കാര്യത്തിൽ നോ ടെൻഷൻ. ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല. സോ കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യൂ. ബാസ് സ്റ്റഡി സെന്റർ, കോർപ്പറേറ്റ് ഓഫീസ്, G3104, JNIS, കലൂർ, കൊച്ചി 682017. ഹായ് എവരിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ള നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് നിങ്ങൾക്കറിയാം 2023-2024 സെക്ഷൻ, അതായത് ആ ടൈമിൽ അഡ്മിഷൻ ചെയ്ത സ്റ്റുഡൻസിൻ്റെ 4th സെമ്മിൻ്റെ രജിസ്ട്രേഷൻ, അതായത് UG PG പ്രോഗ്രാമിൻ്റെ 4th സെമസ്റ്റർ രജിസ്ട്രേഷനുള്ള ഡേറ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഓക്കെ, അതെന്തൊക്കെയാണ് ഡേറ്റ് എന്നും ഇപ്പോൾ ആ ഡേറ്റിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് എന്തൊക്കെയാണ് വരുന്നതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് ഇരുന്ന് കാണാം. വീഡിയോയിലേക്ക് പോവാം. അപ്പം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നമുക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്യാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് 2023-2024 ആ ടൈമിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 4th സെമ്മിൻ്റെ രജിസ്ട്രേഷൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കാം, നിങ്ങളുടെ നോട്ടിഫിക്കേഷനും നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ്. അപ്പോൾ നോട്ടിഫിക്കേഷൻ എല്ലാം വന്നിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ഈ രജിസ്ട്രേഷൻ ചെയ്യാത്ത സ്റ്റുഡൻസിന് നമുക്ക് ഓൾറെഡി നമ്മുടെ യൂണിവേഴ്സിറ്റി നമുക്കൊരു ഡേറ്റ് തരും. ആ ഡേറ്റിലും നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാത്ത സ്റ്റുഡൻസിന് നമുക്ക് ഫൈനോട് കൂടിയിട്ടായിരിക്കും രജിസ്ട്രേഷൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സിറ്റി തന്ന ഡേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നമുക്ക് ഡേറ്റ് ഫൈൻ ഇല്ലാതെ നിങ്ങൾക്ക് ഡേറ്റ് വന്നത് 16/6/2025 ഓക്കെ, ഇനിയിപ്പോൾ ഫൈനോട് കൂടിയിട്ട് ചെയ്യാൻ പോകുന്നത് 17/6/2025 to 23/6/2025 വരെയാണ്. ഓക്കെ, അപ്പോൾ ആ ടൈമിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഫൈനോട് കൂടിയിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ മുന്നേ രജിസ്റ്റർ ചെയ്യാത്ത സ്റ്റുഡൻസിന് ഈ ടൈമിലായിരിക്കും പിന്നെ വീണ്ടും രജിസ്റ്റർ ചെയ്യുക. ഇനി ഈ 23-ന്റെ ഉള്ളിലും രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്ത സ്റ്റുഡൻസിന് അവർ സൂപ്പർ ഫൈനോട് കൂടിയിട്ടായിരിക്കും വീണ്ടും രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അത് 24/6/2025 to 30/6/2025 വരെയാണ് നമുക്ക് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. 30 വരെയാണ് നമുക്ക് ലാസ്റ്റ് ഡേറ്റ് കേട്ടോ. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 30 വരെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഫൈനോട് കൂടിയിട്ടായിരിക്കും നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സിറ്റി പറയുന്നതിൻ്റെ മുന്നേ തന്നെ നിങ്ങളൊക്കെ രജിസ്ട്രേഷൻ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫൈനൊക്കെ ആകുമ്പോൾ കുറേ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ മുന്നിൽ തന്നെ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചൊക്കെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. സൈറ്റിൻ്റെ ഇഷ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫോർമേഷൻ തെറ്റിപ്പോയാൽ പിന്നെ അത് നമുക്ക് റിജക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് നീറ്റായിട്ട് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ സ്റ്റുഡൻസ് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്തായാലും ഇവിടുന്ന് ഈ സർവീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പുറത്തുള്ള സ്റ്റുഡൻസിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നമ്മുടെ സ്റ്റുഡൻസ് പേടിക്കേണ്ട, നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസിന് സെമസ്റ്റർ പ്രോസസ്സൊക്കെ, അതായത് രജിസ്ട്രേഷൻ പ്രോസസ്സൊക്കെ നിങ്ങൾക്ക് പോർട്ടൽ വഴിയായിരിക്കും നിങ്ങൾക്ക് ചെയ്യേണ്ടി വരിക. ഓക്കെ, പിന്നുള്ളൊരു കാര്യം, ഈ ഗ്രാൻഡ് ഫീസൊക്കെ നേടിയ സ്റ്റുഡൻസൊക്കെ എന്തായാലും ഈ രജിസ്ട്രേഷൻ നിങ്ങൾക്ക് പൂർത്തിയാക്കേണ്ട കാര്യം തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ ഫൈനോട് കൂടിയിട്ടാണ് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഫൈനിൻ്റെ ഫീസും കൂടെ നിങ്ങൾ ഈ രജിസ്ട്രേഷൻ ടൈമിൽ പോർട്ടൽ മുഖേന നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഓക്കെ, പോർട്ടൽ മുഖേന നിങ്ങൾ എന്തായാലും ഫീസ് അടയ്ക്കേണ്ടതാണ് കേട്ടോ. ഈ ഗ്രാൻഡ് മുഖേനുള്ള സ്റ്റുഡൻസും ഫൈൻ ഉണ്ടെങ്കിൽ അതും നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ടി വരും കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഫൈനോട് കൂടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടി വരും. അതായത് ഇനി രജിസ്ട്രേഷൻ ചെയ്യാനുള്ളവർ ഫൈനോട് കൂടിയിട്ടായിരിക്കും നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യേണ്ടി വരിക.
ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സിറ്റി തരുന്ന ഡേറ്റിൻ്റെ മുന്നേ തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുക. അതാവുമ്പോൾ നിങ്ങൾക്ക് ഫൈൻ കിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫൈനോട് കൂടിയിട്ടായിരിക്കും. അപ്പോൾ ഫൈനും ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ സൂപ്പർ ഫൈൻ ആയിരിക്കും നിങ്ങൾക്ക് വരാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സിറ്റി തരുന്ന കറക്റ്റ് ഡേറ്റിൽ തന്നെ, അതിൻ്റെ മുന്നേ തന്നെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക, രജിസ്ട്രേഷനൊക്കെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഡീറ്റെയിൽസ് വരുന്നത്. ഇത് ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ് ആണെന്നെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിച്ച് പാസ്സാവാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. കീപ് ഗോയിങ്, ഹാപ്പി ലേണിംഗ്.